ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ വചനത്തിന് മുൻപാകെയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ, വളരെ ഭയത്തോടുകൂടെ, അത് നമ്മെ പണിയുന്ന വചനമാണ്, നമുക്ക് ആശ്വാസം നൽകുന്ന വചനമാണ്, നമ്മെ വളർത്തുന്ന വചനമാണ്, നമ്മളെ ഉയർപ്പിക്കുന്ന വചനമാണ്. ആ വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നതിലൂടെയാണ് നാം സകലത്തിനും മതിയായവരായി മാറുന്നത്. ആ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ നിലയിൽ ഈ വചന കേൾവി നമുക്കെല്ലാവർക്കും മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഞാൻ ഇന്ന് രാവിലെ വായിച്ച സങ്കീർത്തനത്തിൽ തന്നെ ചിന്തിക്കുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. 116 സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ ഓർത്തു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളവിടെ ഒരു വലിയ നിലവിളിയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ആശ്രയം ആരാണെന്ന് വെളിപ്പെടാനായിട്ട് പോകുന്നത്. കഷ്ടതയില്ലാത്ത ഒരു മനുഷ്യന്റെ ആശ്രയ കേന്ദ്രം ആരാണെന്ന് വ്യക്തമാക്കപ്പെടുന്നില്ല. നമ്മൾ പലപ്പോഴും സുഖജീവിതം നയിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുമ്പോൾ, നമ്മുടെ എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ആശ്രയം ആരാണ് എന്ന് വെളിപ്പെടുന്നില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ പിന്നീട് അവിടെ വായിക്കുന്നുണ്ട്, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ഒരു ഭക്തൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ആശ്രയമായിരിക്കുന്ന ദൈവം അവനിലൂടെ വെളിപ്പെട്ടു വരിക എന്നതാണ് ആരാഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കും. കഷ്ടത കൊടുക്കാതെ ഒരു കാരണവശാലും ഭക്തന്റെ ആശ്രയം ആരാണെന്ന് ലോകത്തെ വ്യക്തമാക്കാനായിട്ട് കഴിയുകയില്ല. അപ്പൊ കഷ്ടത വന്നപ്പോഴാണ് ഇവിടെ ദാവീദ് ആരെ വിളിച്ചപേക്ഷിച്ചത്? ഞാൻ വിചാരിക്കുക, തനിക്കുള്ള സ്നേഹിതന്മാരെല്ലാം ഇപ്പൊ മാറി നിൽക്കുക. ഈ കഷ്ടത വന്നപ്പോഴാ സ്നേഹിതന്മാരെല്ലാം മാറി നിൽക്കുന്നത്. ഞാൻ അതിനോട് ബന്ധപ്പെട്ട് ഒന്ന് ആശയം വ്യക്തമാക്കാനായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം മാർത്തയുടെ 10-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, അതിന്റെ 38 മുതലുള്ള വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നത്, പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷകളാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. നമ്മൾ ഈ ഭാഗം ശ്രദ്ധിച്ചാല്, കർത്താവ് ആ ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ എവിടേക്ക് ക്ഷണിക്കുക? ഭവനത്തിലേക്ക് ക്ഷണിക്കുക. ഫ്രണ്ടിൽ ആരാ നിൽക്കുന്നേ? മാർത്തയാ നിൽക്കുന്നേ. മറിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കർത്താവിനെ ക്ഷണിച്ച് ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തുക. ആ വിളിച്ച മാർത്തയ്ക്ക് ഭയങ്കര ഭാരമുണ്ട്. ഇത്രയും പേർക്ക് എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തില് അവള് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോ ഉണ്ട് ഒരാള് എവിടെ ഇരിക്കുക? കർത്താവിന്റെ പാദത്തെങ്കിൽ ഇരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമുക്കുള്ളവര് നമ്മുടെ കഷ്ടതയിൽ കൂടെ നിൽക്കാതിരിക്കുമ്പോഴല്ലേ നമ്മുടെ ശരിയായ സ്വഭാവം പുറത്തു വരുന്നത്? കറക്റ്റ് അല്ലേ? നമുക്കുള്ളവര് നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ കൂടെ നിൽക്കാതിരിക്കുമ്പോഴല്ലേ നമ്മുടെ ചവറൊക്കെ പുറത്തു വരുന്നേ? അവനൊരുത്തനുണ്ട് എനിക്ക്, സ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, സഹോദരനാന്ന് പറഞ്ഞുകൊണ്ട്, അപ്പനാന്ന് പറഞ്ഞുകൊണ്ട്, അമ്മയാന്ന് പറഞ്ഞുകൊണ്ട് പുറകെ ഉണ്ട്. ഒരെണ്ണ എന്റെ കഷ്ടതയിൽ എന്റെ കൂടെ നിൽക്കാൻ ഇല്ല. ഇവിടെ മാർത്ത ചോദിക്കുന്ന നോക്കിയേ, 40-ാമത്തെ വാക്യം, മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവള് ചോദിക്കുന്നത് എന്നാന്നറിയോ? ഇവക്കോ വിചാരമില്ല, പിന്നെ നിനക്കെങ്കിലും ഈ വിഷയത്തില് വിചാരമില്ലെന്നാ ചോദിക്കുന്നത്. സത്യത്തിൽ പറയാനുള്ളത് മുഴുവൻ
പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരൊറ്റ പ്രസ്താവനയ്ക്കകത്ത് കഴിഞ്ഞു കഴിഞ്ഞു. അവളുടെ അകത്തെ വെറുപ്പ് മുഴുവൻ. വാസ്തവത്തിൽ എന്തിനായിരിക്കും കർത്താവ് അത്രയും നേരം നീട്ടിയത് മിണ്ടാതെ? മാർത്തയ്ക്കുള്ള മറുപടി കൊടുക്കണമെങ്കിൽ മാർത്ത പരാജയം സമ്മതിച്ച് ആരുടെ മുമ്പിൽ വരണം? മാർത്ത പറഞ്ഞപ്പോ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു, ഞാൻ മാത്രം ഇപ്പൊ എന്ത് ചെയ്യുന്നേ? കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നേ, എനിക്ക് വിചാരമുള്ളൂ, ഇവക്കാണെങ്കിൽ ഒരു വിചാരവും ഇല്ല. ഇതെല്ലാം അങ്ങ് വ്യക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സത്യത്തിൽ മാർത്ത എവിടോട്ട് വന്നത്? കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത്. പക്ഷെ കർത്താവ് എന്താ അവിടെ വെളിപ്പെടുത്തിയത്? അയ്യോ, ഇതെല്ലാം ചവറ. നിന്റെ അകത്ത് ഇപ്പോഴല്ലേ ശരിയായത് പൊങ്ങി വന്നേ. നമ്മൾ ഓർത്തു നോക്കിയേ, നമ്മുടെ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മാറിപ്പോയിരുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളതാ, ജഡം ബലഹീനമാ, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് തിരിച്ചു വന്നപ്പോ എന്താ സംഭവിക്കുന്നത്? കൂടെ നിൽക്കുന്ന ശിഷ്യന്മാര് 3.5 വർഷം കൂട്ടത്തിൽ നിന്ന് തിന്നവന്മാരല്ല ഇപ്പൊ എന്തോ ചെയ്തോണ്ടിരിക്കുക? പറ, എന്തോ ചെയ്തോണ്ടിരിക്കുന്നത്? ഉറങ്ങുക. സ്വാഭാവിക ദൃഷ്ടിയിലാണെങ്കിൽ നമ്മൾ എന്തോ പറയും. ഞാൻ സാധാരണ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ജോയ്സ് എന്റെ സൈഡിലിരുന്ന് ഉറങ്ങും. എനിക്കുള്ളവൾ എന്റെ കൂടത്തിൽ ഇരുന്ന് ഉറങ്ങും. എന്റെ പക്ക ദുഷ്ട സ്വഭാവം എവിടോട്ട് വരും? പുറത്തു വരും. എന്നിട്ട് ഞാൻ അവളോട് ചോദിക്കും, നീ എന്ത് മനുഷ്യത്യാ, നീ എന്ത് സ്ത്രീയാ, നീ കൂടെ ഇരുന്ന് എന്നെ സഹായിച്ച് എങ്ങനെയെങ്കിലും ഈ ഓട്ടം അവിടെ ഒന്ന് എത്തിക്കാനായിട്ട് എന്നെ സഹായിക്കേണ്ടതിന് പകരം നീ കുത്തിയിരുന്ന്, നിനക്കൊരു വിഷയമില്ലല്ലോ, നിനക്ക് എങ്ങനെയല്ലോ അവിടെ എത്തിയ. പക്ഷെ ഞാനിതെന്ത് ചെയ്യാൻ പറ്റൂല? ഉറങ്ങി ഓടിക്കാൻ പറ്റൂല. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് അവിടെ എത്തിക്കണം, അവിടെ എത്തിച്ചേ പറ്റൂ. കുഞ്ഞുങ്ങളുണ്ട്, വൈഫുണ്ട്, ഞങ്ങൾക്ക് എവിടെ എത്തിയേ പറ്റൂ, നാട്ടിലെത്തിയേ പറ്റത്തുള്ളൂ. ഞാൻ പറയട്ടെ, അതേസമയം ഇവളല്ല, ഞങ്ങളുടെ കൂട്ടത്തില് ഇവിടുത്തെ ആരേലും ഷായ് സഹോദരനോ ആരേലും ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ എന്റെ ചവറൊന്നും പുറത്തെടുക്കുകയല്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ ചവറെടുക്കാത്തതിന് ഒരു കാരണമുണ്ട്. ഷായ് സഹോദരൻ എന്നെ കുറിച്ച് എന്നാ വിചാരിക്കും? ഇവരുന്ന് എന്തെങ്കിലും പറഞ്ഞ ഉറങ്ങിക്കോ, നിനക്കിട്ടുള്ളത് ഞാൻ എവിടെ വന്ന് തീർത്തോളാം, വീട്ടിൽ വന്ന് തീർത്തോളാം. ഞാൻ പറയുന്നത്, നമ്മുടെ തനിയായ സ്വഭാവം എവിടെയാ പുറത്തു വരുന്നത്? നമുക്കുള്ളവരെ നമ്മളെ സ്നേഹിക്കാതെ വരുമ്പോഴാണ്. വാസ്തവത്തിൽ ദൈവം എന്തിനാ സത്യത്തിൽ ഇവളെ എന്തിനാ ഉറക്കിയത്? എന്റെ ദുഷ്ടത പുറത്ത് കാണിക്കാനാ. പക്ഷെ ഞാൻ എന്താ പറയാൻ ശ്രമിക്കുക? നീ എന്ത് സ്ത്രീയാ, നീയല്ലേ എന്നോട് കൂടെ ഇരിക്കേണ്ടത്. ഞാൻ ഇപ്പോഴും അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഗൾഫിൽ പോകാൻ നേരത്ത് അന്ന് രാത്രിയിലാ 12:30 കണ്ട ഫ്ലൈറ്റ്. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുക്കത്തിലാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഞാൻ ഗൾഫിൽ പോവുക. അപ്പൊ പോകുന്ന വഴിക്ക് ഇവള് കുത്തി കിടന്നുറങ്ങുക. ഞാൻ ഇന്നും അവളെ അത് പറഞ്ഞു വേദനിപ്പിക്കും. കാരണം എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാ അവൾ എന്റെ മുമ്പിൽ ചെയ്യുന്നേ. അവളുടെ ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിയേ. പക്ഷേ എന്റെ ഉള്ളിലെ ദുഷ്ടതയല്ലേ അപ്പൊ പുറത്തു വന്നേ. ഞാൻ എന്തിനാ ഇത് പച്ചയ്ക്ക് പറയുന്നറിയോ? ഞാൻ എത്ര ഇല്ലാതായാലും നമ്മുടെ സ്ഥലസഭയും നമ്മളും വളർന്നേ പറ്റൂ. ഞാൻ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇതൊക്കെ മറച്ചു വെക്കാം. എന്റെ തനിയായ സ്വഭാവമൊക്കെ പൂട്ടിക്കെട്ടി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പാകെ ഒരു ഭക്തനാണ്. പക്ഷേ എന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. തിരുവഴുത്തിലൂടെ കർത്താവ് പറയുന്നത് പോലെ നമ്മളെല്ലാവരും എന്ത് പഠിക്കണം? യഥാർത്ഥ ഭക്തിയുടെ മഹത്വം എന്താണെന്ന് പഠിക്കണം. ഇതാണ് നമ്മൾ. ഞാൻ പറഞ്ഞു, ഇവിടെ മാർത്ത പറയുക, അവള് പലതിനെ ചൊല്ലി വിചാരപ്പെടുക. സത്യത്തിൽ ഈ വിചാരത്തിന്റെ വല്ല ആവശ്യവും ശരിയായ നിലയിൽ നമ്മൾ ഈ വചനമൊക്കെ ശരിക്കൊന്ന് വായിച്ച, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവത്തിന് ഈ 12 പേരും ശിഷ്യന്മാരുമായിട്ട് വന്നിരിക്കുന്ന ക്രിസ്തുവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സത്യത്തിൽ അവൾ ഉള്ള സമയം മുഴുവൻ എവിടെയായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്? പറഞ്ഞേ. ഒരു 12:30 കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസാക്ഷി കൊണ്ട് ക്ലോസ് ചെയ്യും അല്ലേ? പുസ്തകം ക്ലോസ് ചെയ്തില്ലേ? പിന്നെ നമ്മൾ കഷ്ടപ്പെടാൻ പോകുന്നതും മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാ? ഈ ലോകത്തിന് വേണ്ടിയിട്ടാ. സത്യത്തിൽ കർത്താവോടെ പറയുന്ന മറുപടി ശ്രദ്ധിച്ചേ. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, പിന്നെ നല്ല അംശം മറിയ തെരഞ്ഞെടുത്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ വചനം വായിക്കാറുണ്ടോ? ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കാറുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമൊക്കെ വചനം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ എടുത്തുപോയൊരു തീരുമാനത്തെ വിചാരിച്ചിട്ട് ഞാൻ സ്ഥിരം വായിക്കും. ഒരിക്കലെങ്ങാണ്ട് ബാലസംഘത്തിൽ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി മുതൽ 1 അധ്യായം എല്ലാ നാളും വായിച്ചോളാം. ആ ഒരൊറ്റ തീരുമാനം എന്നെ എന്ത് ചെയ്യിപ്പിച്ചു?
വായിപ്പിച്ചു. വാസ്തവത്തിൽ എന്നെ ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ സ്വർഗത്തിലെ ദൈവം എന്നെ കൊണ്ട് വായിപ്പിക്കുകയായിരുന്നു. നിർബന്ധപൂർവ്വം വായിപ്പിച്ച് അവനെ എൻ്റെ ഉള്ളിലാക്കുകയാണ്. ഞാൻ എന്തിനത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കഷ്ടതയിലായി കഴിയുമ്പോഴാണ് നമുക്ക് കൂടെ ആരുമില്ല എന്നുള്ളതായിരിക്കുന്ന അവസ്ഥ വരുന്നത്. ആ സമയത്താണ് നമ്മുടെ ജീവൻ ദൈവമാണെന്നുള്ളത് എന്ത് ചെയ്യേണ്ടത്? വെളിപ്പെടേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, നമുക്കുള്ളവരെല്ലാം മാറി നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാൻ ശ്രമിക്കുക? നമ്മുടെ പ്രശ്നത്തെ ഓർക്കാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മുഴുവൻ പ്രശ്നക്കാരും ആരാണെന്ന് ബോധ്യമാക്കും. ഈ ചുറ്റും നിൽക്കുന്നവരാണെന്ന് ബോധ്യമാക്കും. പക്ഷെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയേ. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പം, ഒന്നാം പ്രാവശ്യം വന്നപ്പോൾ ഉറങ്ങുക, കർത്താവ് കണ്ടേച്ച് വീണ്ടും മാറിപ്പോയി പ്രാർത്ഥിച്ചു. ഇനി അടുത്തത് രണ്ടാം പ്രാവശ്യം വന്നപ്പോഴും പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീയല്ലേ എന്നോട് പറഞ്ഞേ എന്നെ തള്ളിപ്പറയത്തില്ലെന്ന് മാത്രമല്ല ജീവൻ പോലും കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ് നീ ഇപ്പൊ കിടന്നുറങ്ങുകയാണോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് കർത്താവ് വീണ്ടും പോവുക. വീണ്ടും പോയി മടങ്ങി വന്നേച്ച് കർത്താവ് അവരോട് എന്താ പറഞ്ഞു? ഇനി ഉറങ്ങി എന്ത് ചെയ്തോളാം പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞു? എഴുന്നേൽപ്പിൻ, നമുക്ക് പോകാം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നിലവിളിച്ച് പ്രാർത്ഥിച്ച ആള് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുക? മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ ആരും കർത്താവിനെതിരെ വരൂല, രക്ഷപ്പെട്ടു, പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടായി. പക്ഷെ അവിടെ എന്തായിരുന്നു വാസ്തവത്തിൽ നടന്നേ? അവൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയായിരുന്നു അവിടെ മേടിച്ചെടുത്തത്. സ്തോത്രം. വാസ്തവത്തിൽ കഷ്ടവും പ്രശ്നവും പ്രയാസങ്ങളെല്ലാം ദൈവം നമ്മുടെ മുൻപിലേക്ക് വരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥ ദൈവശക്തി എന്നിലൂടെ വെളിപ്പെട്ടു വരിക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇവിടെ ദാവീദ് കഷ്ടത്തിലായി കഴിഞ്ഞപ്പോ, അവൻ പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ അവൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുക. അവന്റെ രക്ഷാനായകൻ ആരാണെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. ദാവീദിന് ബോധ്യമുണ്ടായി, വ്യക്തമായ ഒരു ബോധ്യം. ഞാൻ വിശ്വസിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് പോകാം. കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ ഈ സങ്കീർത്തനത്തിലെ ഉദ്ധരണി തന്നെ അവിടെ എടുക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, 12-13 വാക്യങ്ങളിലാണ് നാം ആ ഉദ്ധരണി കാണപ്പെടുന്നത്. 12-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നേ: അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. വാസ്തവത്തിൽ ഞാൻ വിശ്വസിച്ചതാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 116-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുക: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് എന്ത് ചെയ്യും? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. അതെന്റെ ഉറപ്പാ. ഞാൻ മടങ്ങി വരും. ഞാൻ ഈ കഷ്ടതയിലാണെങ്കിലും എന്നെ യഹോവ താങ്ങും. യഹോവ എന്നെ ഉയർപ്പിക്കും. എന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തരും. എന്നെ പൊട്ടക്കനത്തിലിടുന്ന സഹോദരങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടാകാം. പക്ഷെ എന്നെ അവർക്ക് മുമ്പായിട്ട് എവിടേക്ക് വിട്ടതാ? ഇസ്രായേലിലേക്ക് വിട്ടതാ. എന്തിന്? 70 അംഗ കുടുംബം വരുമ്പം ഭയങ്കരമായിരിക്കുന്ന ആർഭാടമുള്ള ഒരു പ്രദേശത്തേക്ക് അവരെ വിളിച്ചോണ്ട് വരണമെങ്കിൽ ഞാൻ നേരത്തെ പോയി ക്രമീകരിക്കേണ്ട എല്ലാം. സ്തോത്രം. 70 അംഗ കുടുംബം എങ്ങനെ വേണം വരാൻ? പറഞ്ഞേ, രഥത്തിലാണ് വരുന്നത്. രഥത്തില് ഇത്ര ശ്രേഷ്ഠമായ നിലയിൽ ഇവരെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ മിസ്രൈമിൽ പോയി എല്ലാം ഒന്ന് സെറ്റാക്കണ്ടേ? വേണ്ടേ? വാസ്തവത്തിൽ കർത്താവ് എങ്ങോട്ട് പോയേക്കുക? നമ്മളെ രഥത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി സെറ്റപ്പാക്കാൻ. നമുക്ക് മുമ്പേ കഷ്ടം അനുഭവിച്ച് പൊട്ടക്കിണറ്റിലിട്ടപ്പെട്ടവനായി, ക്രൂശിക്കപ്പെട്ടവനായി, ഉപദ്രവിക്കപ്പെട്ടവനായി മരിച്ച് എവിടേക്ക് പോയിരിക്കുക? സ്വർഗത്തിലേക്ക് പോയിരിക്കുക. എന്തിനാണെന്നറിയോ? ഈ കുടുംബത്തെ കൊണ്ടുപോകണ്ടേ? ഏത് കുടുംബം? ഇന്നിതുപോലെ ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ കൃപ ലഭിച്ച് ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന നമ്മളെയൊക്കെ ഇനി എങ്ങനെ കൊണ്ടുപോകണം? മേഘത്തേരിൽ അവൻ നമ്മളെ കൊണ്ടുപോകും. സ്തോത്രം. നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ നമുക്ക് പ്രതികൂലങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കണം ഈ പ്രതികൂലം? സ്വയം നമ്മുടെ കർത്താവ് ജീവിതത്തിൽ വ്യത്യസ്തമായ കഷ്ടങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്.
പക്ഷെ ആ കഷ്ടത്തെയും നമ്മൾ ഒഴിഞ്ഞു മാറാനല്ലേ പലപ്പോഴും ഇപ്പൊ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ കഷ്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ സ്വാധീനിച്ച് അതിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, വിഡ്രോ ആകണം, രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്താഗതിയല്ലേ നമ്മൾ പലപ്പോഴും പുലർത്തുന്നത്. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കഷ്ടത വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അത് ആർക്ക് മാത്രമുള്ളതാണ്? എനിക്ക് മാത്രം. ആ കഷ്ടതയുടെ മധ്യേ എൻ്റെ ഭക്തി, എൻ്റെ ശക്തി വെളിപ്പെട്ടു വരണം. ഈ ശക്തിയെ നമ്മൾ എപ്പോഴാണ് ഹൃദയത്തിൽ കൈക്കൊണ്ടേ? നമുക്ക് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ രക്ഷയുടെ ശക്തിയെ നമ്മൾ എവിടെ കൈക്കൊണ്ടേ? ഹൃദയത്തിൽ കൈക്കൊണ്ട്. അങ്ങനെ രക്ഷിതാവായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുകയാണ്. വാസ്തവത്തിൽ ആ ശക്തി, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ബേത്സബൂൽ, അതായത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടില്ല. എന്നാൽ ഞാൻ ദൈവശക്തി കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കിയെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുക. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവശക്തി കൊണ്ടാണ് ഒരു മനുഷ്യൻ തന്റെ കഷ്ടതയുടെ മേൽ ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ അവനോട് കൂടെ ഏത് രാജ്യമുണ്ട്? ദൈവരാജ്യമുണ്ട്. അവന്റെ കൂടത്തിൽ ദൈവമുണ്ട്. അവനിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എത്ര ഇല്ലായ്മ ചെയ്താലും ഭൂമിക്ക് അവനെ ഒതുക്കി വെക്കുവാൻ കഴിയുകയില്ലെന്ന് ഒരു ദിവസം അവൻ വെളിപ്പെടുത്തും. എങ്ങനെ വെളിപ്പെടുത്തും? ഭൂമി അവനെ കക്കും. സത്യമല്ലേ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഒരു ദിവസം ഭൂമി കക്കും. എങ്ങനെ കക്കും? ഭൂമിക്ക് അവരെ പിടിച്ചു വെക്കുക അസാധ്യമാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ ആ ജീവൻ ഉണ്ടോ? ആ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് നടന്ന് നോക്കണം. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ കൂടെ ദൈവമുണ്ടോ. നമ്മൾ പലപ്പോഴും പലരെയും നോക്കി വിലയിരുത്തും. അവന്റെ കൂടെ ഒന്നും ദൈവമില്ല, അല്ലെങ്കിൽ അവൻ ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമോ. സ്തോത്രം. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഇയ്യോബ് കഷ്ടതയിലൂടെ കടന്നു പോയപ്പം ഇയ്യോബിനെ വാഴ്ത്തിപ്പാടിയ, ഇയ്യോബിനെ മനസ്സിലാക്കിയ എല്ലാ സഹോദരങ്ങളും അടുത്ത് വന്നിരുന്ന് ഇപ്പൊ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇയ്യോബിന് ചുറ്റുമിരുന്ന് വ്യസനിപ്പിക്കുന്ന സഹോദരന്മാരായിട്ട് പല വിധത്തിൽ അവർ സംസാരിക്കും. എല്ലാം ദൈവഹിത പ്രകാരം തന്നെയാട്ടോ. അതുകൊണ്ടാണല്ലോ ഇയ്യോബിന്റെ ഒരു ചരിത്ര പുസ്തകം തന്നെ നമുക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു, മറിയെ സഹായിക്കാതിരുന്നതും മറിയ മാർത്തയെ സഹായിക്കാതിരുന്നതും എന്തിനു വേണ്ടിയായിരുന്നു? ഹിതാനുസൃതമായി. എന്തിനു വേണ്ടി? മാർത്തയുടെ അകത്തുള്ളതായിരിക്കുന്ന ചവറൊക്കെ എവിടെ വരണം? പുറത്തു വരണം. സത്യത്തിൽ ഇടർച്ച വരുന്നത് എന്തിനാ? ഇടർച്ച ഉണ്ടാകേണ്ടത് ആവശ്യം. നമ്മൾ ചില മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ നമ്മുടെ ഉടലെ ഇടർച്ച എല്ലാം കൂടെ പുറത്തോട്ട് വരും. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതും നമ്മുടെ മനസ്സിലിരിക്കുന്നതും നമ്മുടെ എല്ലാം കൂടെ പുറത്തേക്ക് വരും. സത്യത്തിൽ പുറത്ത് വരണ്ടേ? ഞാൻ ആലോചിക്കുക, അതൊക്കെ പുറത്ത് വന്നാൽ കുറെ ഇതിനെടുത്ത് പുറത്ത് കളയാമല്ലോ. സത്യത്തില് എല്ലാവരും അങ്ങ് മാന്യന്മാരാകാനായിട്ടാണ് ശ്രമിക്കാറ്. എന്ന് വെച്ചാ ഞാൻ ആ കൂട്ടത്തിലൊന്നും പെട്ടവനല്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴാട്ടോ പെരുങ്കുത്ത് വരും. പെരുങ്കുത്ത്. ആ കുത്ത് വരുന്നതോടുകൂടി പൊട്ടി അങ്ങ് തെറിക്കും. ഞാനും ആ കൂട്ടത്തിൽ തന്നെ. പിന്നെന്തോ സമ്മതിക്കുന്നേ? ഞാനും ആ കൂട്ടത്തിൽ തന്നെ ഉള്ളത്. ഏത് കൂട്ടത്തില്? ഇതുപോലെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഉള്ളതാ. സത്യത്തിൽ ആ കുത്തൊക്കെ കുത്തുമ്പോഴും ദൈവം എന്താ ലക്ഷ്യമാക്കുന്നത്? അയ്യോ യഹോവേ, അപ്പോഴല്ലേ ശരിക്കും ദൈവമേ ഞാൻ വലിയ മാന്യനായിട്ടാണ് അവരുടെയൊക്കെ കണ്ണിന് മുൻപിലായിരുന്നേന്നുണ്ടെങ്കിലും എന്റെ മാന്യതയെ നീ കുത്തി തുറന്നതിനായിട്ട് എന്റെ അകത്തെ ദുഷ്ടതയെ നീ കുത്തി തുറന്നതിനായിട്ട് സ്തോത്രം എന്നല്ലേ നമ്മൾ പറയണ്ടേ? ഞാൻ അതിനെ തെളിയിക്കുന്ന ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ. ലൂക്കോസിന്റെ സുവിശേഷം ഒരു പുരുഷാരത്തിൽ ഒരുത്തനാ 13-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം. 13-ാം അധ്യായം 10 മുതലുള്ള വാക്യം. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. ഇവിടെ ആരാ നീരസപ്പെട്ടെ? പള്ളിപ്രമാണി നീരസപ്പെടുവോ?
കർത്താവ് എന്തിനാ ശബത്തിൽ സൗഖ്യം കൊടുക്കുന്നേ? ചില പള്ളി പ്രമാണികളെ പറഞ്ഞേ, ചില പ്രസംഗിക്കുന്ന ആളുകളെ, അവരുടെ അകത്തെ തനിയായ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് എപ്പം തന്നെ സൗഖ്യമാക്കി. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, കർത്താവ് ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പം പള്ളിയിൽ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങി ശബത്തിന്റെ കർത്താവായ കർത്താവിന്റെ പുറകെ പോകാൻ തുടങ്ങി. കാരണം ഇവന്റെ മെസ്സേജ്, കർത്താവിന്റെ മെസ്സേജിനകത്ത് എന്തൊക്കെയോ ജീവൻ. അപ്പൊ പള്ളി കിട്ടുന്നതിനേക്കാളും അധികം എവിടെ കിട്ടുന്നുണ്ട്? കർത്താവിന്. ഇന്ന് പള്ളിയിലുള്ളവർ ആരും കർത്താവിനെ ഒട്ടും മര്യാദയ്ക്കൊട്ട് ഇഷ്ടപ്പെടുന്നു ഇല്ല. അവർ നോക്കിയപ്പോൾ ഈ കൂടെ നടന്നാൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ എന്ത് കിട്ടുന്നുണ്ട്? ജീവൻ കിട്ടുന്നുണ്ട്. അപ്പം ന്യായശാസ്ത്രി നോക്കിയപ്പം സൗഖ്യമൊക്കെ കണ്ടിട്ട് ജനമെല്ലാം കൂടെ ഇപ്പൊ ഏതിന്റെ പുറകെ നടക്കുക? കർത്താവിന്റെ പുറകെ നടക്കുക. അപ്പൊ കർത്താവ് ഈ ദുഷ്ടത കുറേ കാലമായിട്ട് പുള്ളി എവിടെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു? ഹൃദയത്തിനകത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. കണ്ട ഉടനെ സൗഖ്യമാക്കുന്നത് നോക്കി നിന്ന്. ഈ പുള്ളി അറിഞ്ഞില്ല പുള്ളിയുടെ വേസ്റ്റ് പുറത്തേക്ക് വരുന്നതെന്ന് പുള്ളി അറിഞ്ഞില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ ഈ വേസ്റ്റ് ഒന്നും എടുത്ത് എവിടെ ഇടത്തില്ലായിരുന്നു? ഈ ജനസമൂഹത്തിന്റെ മധ്യേക്ക് കൊണ്ടുവന്ന് ഇടത്തില്ലായിരുന്നു. നോക്കിയേ എന്താ വേസ്റ്റ് എന്ന് നോക്കിയേ. നീരസപ്പെട്ടു. അടുത്തത് നീരസപ്പെട്ടത് എന്താ പറഞ്ഞേ? പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസം ഉണ്ടല്ലോ. ചോദ്യമൊക്കെ കേട്ടാ നമ്മളെന്ത് വിചാരിക്കും? എന്തോ ഒരു ഭക്തിയാ, വേല ചെയ്യാനൊക്കെ നിങ്ങൾക്ക് 6 ദിവസം ഇല്ലേ? 18 വർഷമായിട്ട് കൂനിയായിട്ട് ഒന്ന് നിവരാൻ പോലും പറ്റാത്ത ഈ സ്ത്രീയോട് കരുണയില്ലാത്തൊരു പള്ളിപ്രമാണിയാന്ന് എല്ലാരും എന്ത് ചെയ്തു? പറഞ്ഞേ, പരിചയപ്പെട്ടു. സത്യമല്ലേ? നമ്മളൊന്ന് ഓർത്തേ, കരുണയില്ലാത്തൊരു പള്ളിപ്രമാണി. ഞാൻ പറയട്ടെ, ദൈവവചനം പഠിപ്പിക്കുന്ന നമുക്ക് കരുണയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? ദൈവവചനം പഠിപ്പിക്കുന്ന നമുക്ക് കരുണയില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? നമ്മളൊന്ന് നമ്മളെ വിലയിരുത്താൻ പഠിപ്പിക്കുക കേട്ടോ, അല്ലാതെ ഇതാരെയും ഇല്ലാതാക്കാനല്ല. നമ്മുടെ പക്കൽ കരുണയുണ്ടോ? നമ്മളൊന്ന് ആലോചിക്കുക. 18 വർഷമായിട്ട് ഞാൻ ആ കൂനിയെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. 18 വർഷമായിട്ട് നിവർന്നിട്ടില്ല. തലയൊന്ന് പൊക്കാൻ പറ്റൂല ഈ സ്ത്രീക്ക്. എന്നും ഇവിടെ എവിടേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്, ഈ ദൈവസന്നിധിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് വിടുതലില്ല. പക്ഷെ ഒരു ദിവസം അവളെ തേടി വന്ന ഒരു രക്ഷിതാവിനെ അവൾ കണ്ടു. അവളുടെ കഷ്ടം കണ്ട്, അവളുടെ നിവരാൻ കഴിയാത്ത അവസ്ഥ കണ്ട്, അവളെ തൊട്ട് അവളെ സൗഖ്യമാക്കി വരുന്ന രക്ഷകനെ അവൾ കണ്ടു. അവള് നിവർന്നപ്പോഴത്തേക്കും ഇവിടെ പള്ളിപ്രമാണി എന്താ ചോദിക്കുന്നേ? വേല ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ 6 ദിവസം ഇല്ലേ? ഇന്നെന്തോ വേലയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരുണയും ചെയ്യാൻ പാടില്ല. ആംബുലൻസ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ചയുണ്ടോ, ചുവപ്പുണ്ടോ, നീലയുണ്ടോ, വയലറ്റ് ഉണ്ടോ, യെല്ലോ ഉണ്ടോ, ഒന്നും നോക്കത്തില്ല. ആംബുലൻസ് കിയോ 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 എന്ന് പറഞ്ഞു പോകും. എല്ലാവരും മാറിക്കൊടുക്കും. സിഗ്നൽ ഉള്ളവനും ഒന്നും ആലോചിക്കത്തില്ല. സിഗ്നൽ ലംഘിച്ചാലും അവിടെ ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നമില്ലാത്ത? പറഞ്ഞേ, അവിടെ കരുണയ്ക്കാണ് സാധ്യത. അതുകൊണ്ട് എല്ലാവരും മാറിക്കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ആ കരുണ പോലും ഏത് പ്രമാണിക്കില്ലായിരുന്നു? ഈ ന്യായപ്രമാണത്തിന്റെ പ്രമാണിക്ക് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മുടെ സ്ഥലസഭയിലൊക്കെ നമ്മുടെ കരുണ വെളിപ്പെട്ട് വരട്ടെ. നമ്മളിൽ ഉള്ളതായിരിക്കുന്നത് എന്താണ്? ചവറാണെങ്കിൽ അത് പുറത്തു വരട്ടെ. എന്നിട്ട് നമ്മുടെ അകത്തേക്ക് ആരെ നമുക്ക് സ്വീകരിക്കാം? രക്ഷിതാവായ നമ്മുടെ കർത്താവിന്റെ ശക്തിയെ. അതുകൊണ്ടാണ് തന്നോട് യാചിക്കുന്ന ഏവനും പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. എന്താണ് അവൻ ആവശ്യം? ഈ അകത്തുള്ളതായിരിക്കുന്ന പക, വിദ്വേഷം, ദുഷ്ടത, ഇതെല്ലാം ചവറാണ്. ഇത് ഇന്ന് വരെ ഞാൻ എന്റേതാണ്, നല്ലതാണെന്ന് വിചാരിച്ച് സൂക്ഷിച്ചു വെച്ച ഇതെല്ലാം ഞാൻ ഇനി ഭിക്ഷ കൊടുക്കും. ഇതെനിക്ക് വേണ്ടാത്തതാണ്. മറിച്ച് എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? എല്ലാവരെയും ശുദ്ധമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയമാണ് എനിക്ക് ആവശ്യം. അതാർക്ക് മാത്രമേ ഉള്ളൂ? കർത്താവിന് മാത്രമേ. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനെ ഞാൻ എവിടെ ഇരുത്തണം? എന്റെ കർത്താവായിട്ട്, എന്റെ രാജ്യം ഭരിക്കുന്നവനായിട്ട്. സ്വർഗത്തിൽ അവന്റെ ഇഷ്ടം നടക്കുന്നത് പോലെ ഭൂമിയിലും അവന്റെ ഇഷ്ടം എന്നിലൂടെ എന്ത് ചെയ്യണം? നടപ്പാകണം. സ്തോത്രം. നമ്മളിലൂടെ അങ്ങനെ നടക്കുന്നുണ്ടോ? കഷ്ടത വരുമ്പോഴല്ലേ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നോക്കിയാൽ എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയോ? കർത്താവ് പറയുന്ന 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. കർത്താവ് അവനോട് കപടഭക്തിക്കാരെ. അപ്പൊ എവിടായിരുന്നു? എന്താ പ്രശ്നം? വ്യക്തമാകുക. ഭക്തി എന്താണെന്ന് ഇപ്പൊ എന്ത് ചെയ്തു? ബോധ്യം വന്നു. ഇന്നേ കാലം വരെ പള്ളിയുടെ മുഖ്യാസനത്തിലാ പറഞ്ഞേ ഇരുന്നിരുന്നേ. പക്ഷെ ഇപ്പോഴോ
മുഖ്യാസനം ഇവന് കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ളത് എന്ത് ചെയ്തു? ശരിക്കും സകല മനുഷ്യർക്കും ബോധ്യമാകുന്ന നിലയിലേക്ക് കർത്താവ് എന്ത് ചെയ്യുക? പിച്ച് ചീന്തുക. പിച്ച് ചീന്തി. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ, താഴേക്ക് നോക്കിയേ. കർത്താവിനോട് കപടഭക്തിക്കാരെ, നിങ്ങൾ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുകയില്ല. അവന്റെ കഴുതേനെയും അവന്റെ കാളേനെയൊക്കെ എന്ത് ചെയ്യുക? അഴിച്ചു കൊണ്ടുപോയി സമയാസമയങ്ങളിൽ ശബത്താണേലും എന്ത് ചെയ്യും? വെള്ളം കുടിപ്പിക്കും. കാരണം സ്വന്തം കൂട്ടിലാണല്ലോ നിൽക്കുന്നത്. അത് ചത്തുപോയി കഴിഞ്ഞാൽ വരുമാനം എന്ത് ചെയ്യും? കെട്ടുപോകും. അപ്പൊ വരുമാനത്തോട് ബന്ധപ്പെട്ടുള്ള വേലയൊക്കെ ഇവരെന്ത് ചെയ്യുന്നവരാ? കുടുംബത്തിൽ ചെയ്യുന്നവരാ. പക്ഷെ നമ്മൾ ഉപദേശം എങ്ങനെ പിടിക്കുന്നത്? യാതൊരു വേലയും ചെയ്യരുത്. അടുത്ത് നോക്കിയേ. എന്നാൽ സാത്താൻ 18. ഓ എന്റെ ദൈവമേ, കർത്താവ് എന്തോരം നന്നായിട്ടല്ലേ വ്യക്തമാക്കുന്നേ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ, എന്താ അബ്രഹാമിന്റെ മകളുടെ പ്രത്യേകത? വിശ്വാസത്തിന്റെ സന്തതിയായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. ഇനി അടുത്തതാ ശ്രദ്ധിക്കേണ്ടത്. അവനിത് പറഞ്ഞപ്പോ അവന്റെ വിരോധികളെല്ലാവരും പറഞ്ഞേ നാണിച്ചു പോയി. ദൈവമേ, ഞങ്ങളുടെ തനിയായ സ്വഭാവത്തെ സത്യത്തിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇത് കേട്ടപ്പോ ഈ ന്യായശാസ്ത്രി ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഞാൻ സത്യത്തിൽ എന്താ ചെയ്തത്? അബദ്ധമായി ചെയ്തത്. എൻ്റെ ഉള്ളിൽ മുഴുവൻ എന്തായിരുന്നു? അശുദ്ധമായി. ഈ അശുദ്ധിയെ മുഴുവൻ ഞാനെടുത്ത് പുറത്തു കളയുക നാഥ. ദൈവരാജ്യത്തെ അവകാശമാക്കുക എന്നുള്ളത് മനുഷ്യൻ എന്നുള്ള എനിക്ക് അസാധ്യമാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി. ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സമ്പത്ത് കൊണ്ടൊന്നും എനിക്കത് സാധിക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പഠനം കൊണ്ടോ എന്റെ അറിവ് കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ എനിക്കത് നേടാൻ കഴിയുകയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പാദത്തിങ്കിലേക്ക് വീഴുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഓ സ്തോത്രം, ദൈവശക്തി അവന്റെ ആധാരമായി മാറുമായി. അല്ലേ? കറക്റ്റല്ലേ? പിന്നെ ഏത് പുഴയിലൂടെയും കയറാം. എന്താ കാരണം? ആത്മാവിലാണല്ലോ പോകുന്നത്. ജഡത്തിൽ പോകുമ്പോഴാണല്ലോ പുഴയെ കൂടെ കയറാൻ പറ്റാത്തത്. ആത്മാവിൽ പോവുകയാണെങ്കിലോ പറഞ്ഞേ ഏത് സൂചിക്കടയ്ക്കകത്തൂടെയും നമുക്ക് എന്ത് ചെയ്യാം? പോകാം. അതുകൊണ്ടാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആരാന്ന് പറഞ്ഞേ? ദൈവമക്കളാണെന്ന് പറഞ്ഞു. അവർക്കൊരിക്കലും ജഡം എന്തായിട്ടിരിക്കുന്നില്ല? ഒരിടർച്ചയായിട്ടിരിക്കുന്നില്ല. അവർ ജഡം സംബന്ധിച്ച് ചിന്തയുള്ളവർ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയുമ്പോൾ നാളെ എനിക്കും ഇതൊക്കെ വരും കേട്ടോ. ഞാനതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയും. ഞാൻ പറയുന്നത് നമ്മുടെ ശക്തി ഏതായിരിക്കണം? ദൈവശക്തി ആയിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞേ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് എന്ത് ചെയ്യും? നടക്കും. യഹോവയുടെ മുൻപാകെ ഞാൻ നടക്കും. എന്നെ ഇന്ന് പരിഹസിക്കുന്ന, ഞാൻ ഇല്ലാതെയായി എന്ന് വിചാരിക്കുന്ന എന്റെ കഷ്ടത, ആ കഷ്ടതയുടെ നടുവിൽ ഞാൻ സേവിക്കുന്ന യഹോവയാണ്. ഞാൻ എഴുന്നേൽക്കും, തീർച്ചയായിട്ടും എഴുന്നേൽക്കും. എന്റെ ശക്തി, എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും. അവനെ ഞാൻ ദേഹസഹിതനായി കാണും. അതെന്റെ ഉറപ്പാ. എനിക്ക് ചുറ്റും നിന്ന് എന്തോ നിങ്ങൾ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കപ്പെടുന്നില്ല. കാരണം എന്റെ കർത്താവ്, എന്റെ രക്ഷിതാവ് പൊടിമേൽ നിൽക്കും. സ്തോത്രം. നമുക്ക് ആ ധൈര്യം ഉണ്ടോ? ആ ധൈര്യം ആരേലും പറഞ്ഞിട്ടുണ്ടാകുന്ന ധൈര്യമല്ല. രാവിലെ ഞാൻ ഫെയ്ത്തൂട്ടനോട് പറഞ്ഞു, മോനെ, പപ്പ ഇന്ന് ഉപദേശിക്കുന്നത് മുഖാന്തരം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഭക്തിയുടെ ഇമോഷൻ. ഇവരെന്നെ അത് കാണിക്കാൻ വേണ്ടി പല രീതിയിൽ എൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കും. ഞാൻ പറഞ്ഞു, മോനെ, അങ്ങനെ പപ്പ പറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന ഇമോഷൻ പപ്പായെ കാണിക്കണ്ട. പക്ഷെ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ജീവനെ പപ്പായ്ക്ക് പോലും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ ആർക്കില്ലാതാക്കാൻ പറ്റാത്തൊരു ശക്തി, ലോകത്തിന് ഇല്ലാതെയാക്കുവാൻ പറ്റാത്തൊരു ശക്തി നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ മരിച്ചാലും നമ്മൾ ജീവിക്കും. സ്തോത്രം. ആ ഉറപ്പ് നമുക്കുണ്ടോ? അതാ രക്ഷ എന്റെ കുട്ട, അതാ രക്ഷ. ആ രക്ഷ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ചെന്നാൽ ആ രക്ഷയെ തകർക്കുവാൻ ഒരു മാനുഷിക ശക്തിക്കുമാകുകയില്ല. നാം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് റോമാലേഖനകാരൻ പറഞ്ഞേ, അത് പാപം സംബന്ധിച്ച് ജഡം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം നിന്റെ അകത്ത് ദൈവശക്തിയായിട്ട് വസിക്കുക. ഉപ്പ് ഒരു വിധേന ഭൂമിയിലേക്ക് ഇടുമ്പോ നമ്മൾ വിചാരിക്കും അതില്ലാതെയായി. പക്ഷെ അതൊരു ദിവസം അത് കേടുതീർത്ത് അതിനെ എഴുന്നേൽപ്പിക്കുവാനിടയായിട്ട് തീരും. സ്തോത്രം.
കേടുതീർക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരട്ടെ. നമുക്ക് കഴിയാത്തതെല്ലാം സാധ്യമാക്കി തരുന്ന ദൈവശക്തിയെ നമുക്ക് ആശ്രയിക്കാം. അവനാണ് എന്റെ രക്ഷ. യോന മത്സ്യത്തിന്റെ അകത്ത് വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ, മരണപാശങ്ങൾ ചുറ്റപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ അവസാനമായി നിലവിളിച്ചത് എന്താ? രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. സ്തോത്രം. പക്കൽ നിന്ന് വന്നില്ലേ? വന്നു. എന്താ സംഭവിച്ചേ? ഇവനെ ഒതുക്കുവാൻ ഈ മത്സ്യത്തിന്റെ വയറ്റിലെ ഓരോ എൻസൈമിനും ദഹന ഗ്രന്ഥികൾക്കും ഈ കല്ലിനെ, ഞാൻ പറയാ, ഈ കല്ലിനെ ദഹിപ്പിക്കാൻ പറ്റാത്തതാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോ പറഞ്ഞേ, ആരാ ഒഴിവാക്കിയേ? മത്സ്യം തന്നെ പോയി കക്കി. അതും പറഞ്ഞെടുത്ത് കക്കി. പക്ഷെ അവിടെ ഒരു പ്രയോജനം ഞാൻ കർത്താവ് പറയുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. എന്താ യോനയിലും വലിയവൻ? ഈ യോന ചെന്ന് പറഞ്ഞ ഉടനെ ഒരു കാരണവശാലും മാനസാന്തരപ്പെടത്തില്ലെന്ന് വിചാരിച്ച ആ ജനം എന്ത് ചെയ്തു? ഓ എന്റെ ദൈവമേ, മാനസാന്തരപ്പെട്ടു. പക്ഷെ കർത്താവ് പറയുക, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടു നിങ്ങളിൽ എന്തുണ്ടാകുന്നില്ല? മാനസാന്തരം ഉണ്ടാകുന്നില്ല. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്ന വാക്കുകളുടെ മുൻപാകെ നമ്മൾ ഒരിക്കലും പ്രസംഗിക്കുന്നവർക്കെതിരെ അല്ല എഴുന്നേൽക്കേണ്ടത്, മറിച്ച് നമ്മുടെ കുറവുകളെയാണ് എന്ത് ചെയ്യേണ്ടത്? തിരിച്ചറിയേണ്ടത്. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സ്ഥലം സഭ ഏറ്റവും അനുഗ്രഹമായി മാറും. നോക്കിയേ, ഈ പ്രാർത്ഥന കഴിഞ്ഞേച്ച് കർത്താവ് ഇറങ്ങി വരുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? എഴുന്നേൽപ്പിൽ നമുക്ക് പോകാം. സ്തോത്രം. വാസ്തവത്തിൽ എത്ര ശക്തിയോടെയല്ലേ പ്രതികൂലത്തെ കർത്താവ് തരണം ചെയ്യുന്നേ? ആ ശക്തിയിലല്ലേ അത് വെളിപ്പെട്ടെ? കഷ്ടതയും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ ആ കഷ്ടതയെ കർത്താവ് എങ്ങനെ അഭിമുഖീകരിക്കുന്നതിനെ ബേസ് ചെയ്തല്ലേ വാസ്തവത്തിൽ തന്റെ അകത്ത് വസിച്ചിരുന്ന ദൈവശക്തി വെളിപ്പെട്ടത്? അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നും ഈ മേശമേൽ അത് വെച്ച് അതിനെ ആചരിക്കുന്നേ? പക്ഷെ ബാക്കിയുള്ളവരുടെ മരണത്തിൽ അതെന്ത് ചെയ്യുന്നില്ല? വെളിപ്പെടുന്നില്ല. അങ്ങനെ വെളിപ്പെടണമെങ്കിൽ എന്റെ ശക്തി ആരായി മാറണം? കർത്താവായിട്ട് മാറണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരാം. ആ പ്രതികൂലത്തിൽ നമ്മൾ ആരെങ്കിലും പഴി പറയുന്നവരായി മാറാതെ, പഴി പറയുന്നവരായി മാറാതെ അതിൻ്റെ മധ്യേ ഒരു കാര്യത്തിലേക്ക് ഉറപ്പ് വരിക, ഞാൻ മരിച്ചാലും ജീവിക്കും, എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും. മാത്രമല്ല, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് വേണ്ടി ന്യായം സംസാരിക്കും. പിലാത്തോസിന്റെ മുൻപാകെ ന്യായം കിട്ടാത്തവനെ പോലെ കർത്താവ് മരിക്കുമ്പോൾ ന്യായം പറയുന്ന ഒരു പിതാവുണ്ടെന്ന് പുത്രന് വ്യക്തമായിട്ട് അറിയാമായി. സ്തോത്രം. നമ്മൾ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ, ദുഃഖിപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എങ്ങനെയെങ്കിലും ന്യായം പറഞ്ഞ് എന്ത് ചെയ്യാൻ ശ്രമിക്കും? എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെ അരുത്. ഞാനിത് പറയുമ്പോൾ ഞാൻ എന്നിൽ നിന്നെടുത്തല്ല പറയുന്നത്, ദൈവത്തിൽ നിന്നെടുത്ത് പറയുക. അങ്ങനെ അരുത്. നമ്മൾ താന്നിരിക്കണം. തിരുവെഴുത്ത് എന്താ പറയുന്നേ? അവന്റെ ശാസനയെങ്കിൽ മുഷിയരുത്. താന്നിരിക്കണം. യഹോവ താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. എന്തിനായിട്ട് ശിക്ഷിക്കുന്നു? അവന്റെ വിശുദ്ധി പ്രാപിപ്പാനായിട്ട് ശിക്ഷിക്കുന്നു. സ്തോത്രം. നാം ആരുടെ വിശുദ്ധി പ്രാപിക്കാൻ? വിളക്ക് അതിന്റെ കത്തുന്ന സമയത്ത്, അത് തെളിയിക്കുന്ന സമയത്ത് ആ ഓട്ടുവിളക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ തിളക്കം കൊണ്ട് ഫുൾ പ്രകാശിതമായി തീരുന്നത് പോലെ, ആ വെളിച്ചം ആ ശരീരത്തെ മുഴുവനായിട്ട് പ്രകാശിതമാക്കുന്നത് പോലെ, നമ്മുടെ ഉള്ളിൽ നിന്ന് അശുദ്ധി സമ്പൂർണമായിട്ട് നീക്കപ്പെട്ട് ആ വിളക്കിന്റെ ശോഭയാൽ നമ്മൾ ആരായി മാറും? പ്രസന്നരായിട്ട് മാറും. നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ശക്തി വർദ്ധിച്ചു വരട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. വാസ്തവത്തിൽ ദാവീദിന്റെ പ്രത്യാശ ദാവീദ് ഉറപ്പാക്കുകയാണ്. ആ പ്രത്യാശയുടെ ഉറപ്പിലേക്ക് വന്നപ്പം മരണവാസങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. അയ്യോ യഹോവേ, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു, യഹോവയോട് ഞാൻ നിലവിളിച്ചു എന്ന് പറഞ്ഞ ഭക്തൻ അവസാനം എന്താ പറഞ്ഞു? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ധൈര്യം തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ശക്തിയായിട്ട് പരിണമിച്ചപ്പോ താൻ എന്താ പറഞ്ഞേ? തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. സ്തോത്രം. ഇന്ന് ഈ വചന കേൾവി ഏതൊരു പ്രതിസന്ധിയിലൂടെയും കർത്താവ് നമ്മളെ നടത്തിവിടുമ്പോൾ
അതിന്റെ പിന്നിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ഉളവാകുക എന്ന ലക്ഷ്യത്തോടുകൂടെ ദൈവം കടത്തിവിട്ടതാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 116 സങ്കീർത്തനം വായിച്ച് ആരെ ആരാധിച്ചത്? ദൈവത്തെ ആരാധിച്ചത്. ആ പാട്ടിൽ നമ്മളിങ്ങനെ പാടിയല്ലോ, 655 പാട്ടിൽ നമ്മളിങ്ങനെ വായിച്ചു, ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നേ. ബലം നിന്നിലുള്ളോർ, ബലം ആരില്ല? ചുറ്റും നിൽക്കുന്ന ഫണ്ടിലോ, ചുറ്റും നിൽക്കുന്ന ക്രമീകരണങ്ങളിലോ, ചുറ്റും നിൽക്കുന്ന ആളുകളിലോ, നമ്മളോട് കൂടെ നിൽക്കുന്നതായിരിക്കുന്ന ചുറ്റുപാടിലോ ഒന്നുമല്ല ബലം. മറിച്ച് ആരിലാണ് ബലം? പറഞ്ഞേ, സ്വർഗത്തിലെ ദൈവത്തിലാണ്. നോക്കിയേ, അതുകൊണ്ടാണ് ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ഈ വിധമുള്ളോർ മനസ്സുകളിൽ. എവിടെയാ ഈ വിധമുള്ളോർ? മനസ്സുകളിൽ. പുറത്തുനിന്നല്ലോ, പുറത്തുനിന്ന് ഒരു സഹായവും വരത്തില്ല. രക്ഷ യഹോവയിങ്കൽ നിന്ന് വരുന്നു. സ്തോത്രം. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എന്താ പറയുന്നതെന്ന് വെച്ചേ, ഈ വിധമുള്ളോർ മനസ്സുകളിൽ. അടുത്തത്, മനസ്സുകളിൽ നിർണയമുണ്ട്, നിരന്തരമായിട്ട് നിർണയമുണ്ട്, ഒരു ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. ദൈവം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രക്ഷയ്ക്കായിട്ട് എഴുന്നേൽക്കും. സ്തോത്രം. അടുത്തത്, ഭൂമിയിൽ ഒതുക്കി വെച്ച് സീലൊക്കെ അടിച്ചല്ലേ, ഇനി മേലാൽ എന്ത് ചെയ്യരുത്? എഴുന്നേക്കരുത്. റോമ ഗവൺമെന്റിന്റെ മുദ്രയിട്ട അടച്ചു വെച്ച, പക്ഷേ അതിനെ ജയിച്ചുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ലോകത്തെ വെളിപ്പെടുത്തിയ ഒരു സത്യമുണ്ട്. ദൈവപുത്രന്മാരെ ഭൂമിക്ക് ഒതുക്കുവാൻ കഴിയുകയില്ല. അവർ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ്. സ്തോത്രം. നമ്മുടെ പ്രത്യാശയും ധൈര്യമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കട്ടെ. ഇനി ലാസ്റ്റ് നോക്കിയേ, അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, നിർണയമുണ്ട് നിരന്തരമായി സിയോൻ നഗരിയും പെരുവഴി. അവരേത് കഷ്ടത്തിൽ കിടക്കുമ്പോഴും അവരുടെ മുമ്പിൽ കൂടെ കാണുന്ന ഏത് വഴിയാ? സിയോൻ നഗരത്തിലേക്കുള്ള പെരുവഴി. വിശാലമായി കിടക്കുന്ന ഈ റോഡുണ്ടാകുമ്പം പിന്നെ ഞങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? വാസ്തവത്തിൽ ഈ വചന ശുശ്രൂഷ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഒരു ബലമായിട്ട് മാറട്ടെ. നമ്മൾ പലപ്പോഴും ബലമായിട്ട് കരുതുന്നത് എന്താണെന്നറിയോ? വസ്തുവക, നമുക്ക് ചുറ്റുമുള്ളതായിരിക്കുന്ന ആളുകള്, നമുക്ക് ചുറ്റുമുള്ളതായി ക്രമീകരണം. കർത്താവ് പറയാം, മൂടാം, ഇന്ന് രാത്രി നിന്റെ ജീവനെ ഞാൻ തിരികെ ചോദിച്ചാൽ നിന്റെ നിലവിളിക്കുന്നതിന് മുമ്പേ നീ എന്ത് ചെയ്യും? പോകും. പക്ഷേ വസ്തുവകയെല്ലാം കർത്താവ് അങ്ങ് എടുത്തു കഴിയുമ്പോൾ ഇയ്യോബ് പറയാ, യഹോവ തന്നു, യഹോവ എടുത്തു. സ്തോത്രം. ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്ന ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. വാസ്തവത്തിൽ നമ്മുടെ ശുദ്ധീകരണത്തിനായി, നമ്മുടെ ജീവനായി, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവനായിട്ട് ബലപ്പെടേണ്ടതിന് നമുക്ക് നൽകുന്ന എല്ലാ പ്രതിസന്ധിയെ ഓർത്ത് നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെനിക്ക് നീ നൽകിയതിനായിട്ട് സ്തോത്രം എന്ന് പറയാം. കഷ്ടത ഒരു വരമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ആ കഷ്ടതയിൽ നമുക്ക് ആരോടുകൂടെ സന്തോഷിക്കാം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയും, ഇരുളിലൻ മഹേശനോട് ഒരുമിച്ച് നടപ്പതാണ് മഹത്വം. അല്ലാതെ വെളിച്ചത്തി മഹേശന്റെ കൂടെയാണ് നടക്കുന്നതെന്ന് ആരേലും അറിയുന്നുണ്ടോ? പക്ഷെ ഇരുട്ടിൽ നടക്കുന്നത് കാണുമ്പോൾ, ആ ധൈര്യം കാണുമ്പോൾ ലോകം പറയുക, അവൻ ആരോടുകൂടെയാണ് നടക്കുന്നത്? മഹേശനോടുകൂടിയ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുക.